നമസ്കാരം. ക്ഷേത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗീതാമൃതം 2024 ശ്രീമദ് ഭഗവത്ഗീത ഭാഷ്യപാരായണാജ്ഞലി സമാപന ചടങ്ങിൽ സമ്മാനദാന വിതരണം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്ഷേത്രം രക്ഷാധികാരി പ്രസിഡന്റ് KK പുഷ്പാങ്കദൻ നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ തവണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഭക്തജനങ്ങൾ ഗീത ശ്രവിക്കുവാനും പൂജനീയ സ്വാമിമാരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും എത്തിച്ചേർന്നു. സന്തോഷമുള്ള വലിയ കാര്യമാണ്. ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് സ്വന്തം കണ്ണുകൾ കെട്ടി മൂടി നടന്ന ഗാന്ധാരിയാണോ അതോ ധൃതരാഷ്ട്രമാണോ യഥാർത്ഥ അന്ധൻ എന്ന് നമുക്ക് തോന്നും. ഭർത്താവിന് പകരമാകേണ്ട ഭാര്യ സ്വന്തം കണ്ണ് മൂടി കെട്ടി തൻ്റെ മക്കളെ നേർവഴിക്ക് നയിക്കേണ്ട അമ്മ ആ കർത്തവ്യം ചെയ്തോ? അത്തരം നിരവധി അമ്മമാരും അച്ഛന്മാരും നമ്മുടെ സമൂഹത്തിനിടയിൽ ജീവിക്കുന്നില്ലയോ? നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആ വ്യതിചലനം അനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്? എന്താണ് ക്ഷേത്ര സംസ്കാരം? എന്താണ് ഹിന്ദുധർമ്മം? ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിന്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പത്രദ്വാര വിവരങ്ങൾ അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അച്ഛനമ്മമാരിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നത് നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നു. ആ രീതിയിൽ സ്ഥലങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്നത് എത്ര മനോഹരമായ രീതിയിൽ അവർ ഭഗവാനെ വരച്ചു വ്യക്തത നൽകുന്നു. അവരെ കൂടുതൽ ഉത്തേജിപ്പിച്ച് അവരെ പറഞ്ഞ് പാഠങ്ങൾ പഠിപ്പിച്ച് ഭഗവത്ഗീത ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി. അപ്പം നമ്മുടെ ധർമ്മങ്ങളിൽ മനസ്സിലാക്കി ജീവിക്കേണ്ട ബാധ്യത നമ്മുടെ അച്ഛനമ്മമാർക്കാണ്. ആരംഭിച്ച് ഇന്ന് സമാപനം കുറിക്കുന്ന ഗീത ഭാഷ്യപാരായണം വലിയ വിപുലമായ രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചത്. മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപിടി ആൾക്കാരുടെ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി NR പ്രദീപ് നമ്പൂതിരിപ്പാട് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാരുടെ ശ്രമപരമായാണ് ഇതൊരു വൻവിജയമാക്കി തീർക്കാൻ സാധിച്ചത്. ഇവിടെ ഈ പരിപാടി അധ്യക്ഷ പദവി ബ്രഹ്മശ്രീ NR സതീശൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ട്രസ്റ്റ്. ഉദ്ഘാടനം ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ വൈസ് ചാൻസലർ, കാലടി സംസ്കൃത സർവകലാശാല. ഭഗവത്ഗീത കിഞ്ചിത് അധീത ഗംഗാജലവ കണികാപീത സകലവയസ്യ മുരാരി സമൃദ്ധ തസ്യ യമക്യം കുരുതേ ചർച്ചാം. നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ വന്നിരിക്കുകയാണ്. ഭഗവത്ഗീത ഒരല്പം പഠിച്ചാൽ ദൂരനിർത്താവുന്ന മാത്രമല്ല, യമനെ ദൂരനിർത്തുന്നത് മാത്രമല്ല അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിക്കാൻ പഠിക്കും എന്നുള്ളതാണ്. ജീവിതത്തിന് ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു മെത്തഡോളജി നിങ്ങളുടെ രീതിയിൽ പറയാം. ഒരു മെത്തഡോളജി കൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീതയിൽ. എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ വായിക്കും. ആദ്യം കാണുന്ന ശ്ലോകം വായിക്കുമ്പോൾ തന്നെ എൻ്റെ ആ ദുഃഖം, മനസ്സിൻ്റെ ആ വേദന അവിടെ അങ്ങ് തീരുന്നു. മനസ്സിൻ്റെ ദുഃഖം അവിടെ തീരുന്നു. ഇത് തന്നെയാണ് നമുക്ക് ഭഗവത്ഗീത ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എങ്ങനെ വേണം ഒരു ആദർശ ജീവിതം. വിദേശങ്ങളിൽ പോലും ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യം വരുന്നത് ചോദിച്ചാൽ ഭഗവത്ഗീത ആധുനിക കാലത്ത് ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കാം. ഇത് ഭാവിയിൽ നമുക്കിന്നത്തെ സാങ്കേതിക വിദ്യകളുടെ എല്ലാം സഹായത്തോടു കൂടിയിട്ട് ഇവിടെ കേന്ദ്രമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു ഗീതാപഠനം എന്നുള്ളത് അതിൻ്റെ സാധ്യത ചിന്തിക്കണം. ഇതിനെയെല്ലാം സാമാന്യ ജനങ്ങളിലേക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഓരോ ശ്ലോകത്തിനെയും ഈ മൂന്ന് ആചാര്യന്മാരും ഏത് രീതിയിലാണോ വ്യാഖ്യാനിച്ചത് എന്ന്
എത്തിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മുഖ്യപ്രഭാഷണം പൂജനീയ സ്വാമി ശാരദാനന്ദ സരസ്വതി, മുഖ്യ ആചാര്യൻ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ലഭിച്ചത് ചിന്മയാനന്ദ സ്വാമികളിലൂടെയാണ്. സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ സാംസ്കാരിക മടിത്തട്ടിലേക്ക് ചിന്മയാനന്ദ സ്വാമികൾ കൊണ്ടുവരാൻ കഴിയും. ഞാൻ സ്വാമിജിയോട് പറഞ്ഞത്, സ്വാമി സംസാരിക്കുമ്പോൾ ഭഗവത്ഗീതയുടെ അന്തസത്ത കേന്ദ്രമായി നിൽക്കുന്ന ഭഗവാന്റെ ദർശന സംഗ്രഹം എന്ന നിലയിലുള്ള വേദാന്തത്തെയും അല്പം മാറ്റി നിർത്തി സാമൂഹിക ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ സ്വാമിയോട് പറയുന്നുണ്ടായി. വിജയികളായ കുട്ടികൾക്കുള്ള മെമന്റോയും സർട്ടിഫിക്കറ്റുകളും സമ്മാനദാന വിതരണമാണ്. പൂർത്തിയാക്കാം. വായിക്കുന്ന ക്രമത്തിൽ ഒന്ന് മുൻഭാഗത്തേക്ക് വന്ന് നിന്നോളൂ. ഗീതാ പാരായണം LKG UKG വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ഗൗതമി അരുൺ. അപ്പോൾ ആദ്യം LKG UKG വിഭാഗത്തിൽ ഗൗതമി അരുൺ. LP വിഭാഗത്തിലെ കൃഷ്ണാഞ്ജന S നായർ. രണ്ടാം സ്ഥാനം സായി. മൂന്നാം സ്ഥാനം ഭാനുപ്രിയ രാജീവ്. രണ്ടാം സ്ഥാനം കൃഷ്ണപ്രിയ S നായർ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് KK വിജയൻ.